ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കേരളത്തിലെത്തിയപ്പോൾ വഴിനീളെ കണ്ണീർ കാഴ്ചകൾ. പുലർച്ചെ 2:30 കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ നിരവധി പേരാണ് അന്തിമോപചാരമർപ്പിക്കാനെത്തിയത്. കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശിൽപ എന്നിവരും അന്തിമോപചാരമർപ്പിച്ചു. 72 നാൾ നീണ്ട രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും കണ്ണാടിക്കലിലെ വീടുവരെ അനുഗമിക്കുന്നുണ്ട്. പ്രതിസന്ധികളും വലിയ ഉത്തരവാദിത്വങ്ങളുമായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ അർജുന് ഉണ്ടായിരുന്നത്. കൂലിപ്പണിക്കാരനായ അച്ഛൻ, അമ്മ, 2 സഹോദരിമാർ, ഒരു അനിയൻ, കുടുംബമായിരുന്നു അർജുന് പ്രധാനം. കുടുംബത്തിന്റെ കണ്ണീരകറ്റാനാണ് കണ്ണാടിക്കൽ പ്രേമന്റെയും ഷീലയുടെയും മകൻ അർജുൻ +2 ശേഷം ഒരു തുണിഷോപ്പിൽ ജോലിക്ക് നിൽക്കേണ്ടി വന്നത്. പിന്നെ ഇടയ്ക്കിടെ പെയിന്റിംഗ്, മറ്റു ജോലികൾ. 16-ാം വയസ്സിൽ വളയം തൊട്ട അർജുൻ 20-ാം വയസ്സിൽ വലിയ വാഹനം ഓടിച്ചു തുടങ്ങി. മൂത്ത ചേച്ചിയുടെ വിവാഹം, അനുജത്തിയുടെയും അനുജന്റെയും പഠനം, പുതിയ വീട് എല്ലാം കുടുംബത്തിനു വേണ്ടി സാധ്യമാക്കി. പിന്നെ വിവാഹം, കൃഷ്ണപ്രിയ ജീവിത സഖിയായി, മകനും പ്രതീക്ഷയായി. ഇതിനിടെയാണ് ദുരന്തം എത്തിയത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വളയം പിടിക്കുമ്പോൾ വാഹനത്തിൽ പലപ്പോഴും അർജുൻ ഒറ്റയ്ക്കായിരുന്നു. കുടുംബം പുലർത്താൻ വഴികൾ ഒറ്റയ്ക്ക് വെട്ടിത്തളിച്ച അർജുൻ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് ചേതനയറ്റ ശരീരമായി. നാടിനും നാട്ടുകാർക്കും അത് നൊമ്പരക്കാഴ്ച. ആ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് ആർക്കും അറിയില്ല. പതിവായി ലോറിയുമായി യാത്ര ചെയ്തിരുന്ന അതേ വഴിയിലൂടെയാണ് അർജുന്റെ നാട്ടിലേക്കുള്ള മടക്കവും. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കാർവാർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് പുറപ്പെടുമ്പോൾ സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനുമാണ് ഒപ്പമുണ്ടായിരുന്നത്. അർജുന്റെ ഫോണും വസ്ത്രങ്ങളുമടക്കമുള്ള അവശേഷിപ്പുകൾ ആംബുലൻസിന് പിന്നാലെയുള്ള കാറിലാണ് കൊണ്ടുവരുന്നത്. മടക്കത്തിനിടയിൽ അപകടമുണ്ടായ സ്ഥലത്ത് ആംബുലൻസ് അല്പനേരം നിർത്തി. കർണാടക സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ സതീഷ് കൃഷ്ണ സെയിൽ MLA അർജുന്റെ കുടുംബത്തിന് കൈമാറും. ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം. തലപ്പാടി ചെക്ക് പോസ്റ്റിലും കാസർഗോഡും നിരവധി പേരാണ് അർജുന് ആദരാഞ്ജലി അർപ്പിക്കാൻ കാത്തുനിന്നത്. പുലർച്ചെ 5:30 മൃതദേഹം വഹിച്ചുള്ള വാഹനവ്യൂഹം കണ്ണൂർ നഗരം പിന്നിട്ടു. പിന്നീട് 6 മണിയോടെ അഴിയൂർ പിന്നിട്ട് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചു. ഇവിടെ വെച്ച് മന്ത്രി AK ശശീന്ദ്രനും കോഴിക്കോട് ജില്ലാ കളക്ടറും അടക്കമുള്ളവർ സംസ്ഥാന സർക്കാരിനു വേണ്ടി മൃതദേഹം ഏറ്റുവാങ്ങി. കേരള, കർണാടക പോലീസും വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട്. രാവിലെ 8 മണിയോടെ മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലെത്തിച്ചു. ഷിരൂരിൽ ഗംഗാവലിപ്പുഴയിൽ നിന്ന് കണ്ടെടുത്ത ലോറിയിൽ ഉണ്ടായിരുന്നത് അർജുന്റെ മൃതദേഹം തന്നെയാണെന്ന് വെള്ളിയാഴ്ച സ്ഥിരീകരിച്ചിരുന്നു. അർജുന്റെ സഹോദരന്റെ DNA സാമ്പിളുമായി കണ്ടെടുത്ത ശരീരത്തിലെ DNA സാമ്പിൾ ഒത്തുനോക്കിയാണ് കാർവാറിലെ ഫോറൻസിക് സംഘം സ്ഥിരീകരിച്ചത്. ലോറി അർജുന്റേത് തന്നെയെന്ന് ഉറപ്പിച്ചതോടെ മൃതദേഹത്തെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നില്ല. എന്നാൽ കാണാതായി 72-ാം ദിവസം ലഭിച്ച മൃതദേഹം തിരിച്ചറിയാനാകാത്തതിനാലാണ് DNA പരിശോധന വേണ്ടിവന്നത്. അർജുന്റെ വാച്ച്, ചെരുപ്പ്, മൊബൈൽ ഫോണുകൾ, പ്രഷർ കുക്കർ, സ്റ്റീൽ പാത്രങ്ങൾ, മകന്റെ കളിപ്പാട്ടം, കുപ്പിവെള്ളം, കവറിൽ സൂക്ഷിച്ച ധാന്യങ്ങൾ, വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ തുടങ്ങിയവയും ക്യാബിനിൽ നിന്നും കണ്ടെടുത്തിരുന്നു. ലോറിയുടെ മെക്കാനിക് ഉപകരണങ്ങൾ അടങ്ങിയ ബാഗും കിട്ടി. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.